ആരതി ഫസ്റ്റ് സിനിമയാണ്. ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഗായികയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. റോബിനോട് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ആരോട് പറയുമ്പോൾ? റോബിനോട് പറയുമ്പോൾ എന്ത് പറയുന്നു? ഇങ്ങനൊരു അവസരം കിട്ടി എന്ന് ഡോക്ടർ റോബിനോട് പറയുമ്പോൾ എന്താണ് പറയുന്നത് പുള്ളിക്കാരൻ? ഞാൻ പറഞ്ഞു മൂവിയിൽ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് സന്തോഷമായി. പുള്ളിക്കാരൻ സപ്പോർട്ടാണ്? ആ, സപ്പോർട്ടാണ്. പിന്നെ സോങ് റൊക്കയോട് ചെയ്യുന്ന സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഡ്രീം ആയിരുന്നോ? സിനിമ ഞാനിപ്പോ ഫിലിമിൽ പാടണം എന്ന് ഡ്രീം ആയിരുന്നു. ഫിലിമിൽ കയറുക എന്നുള്ളത് ഇപ്പം എല്ലാവരുടെയും ഡ്രീം ആയി. സിനിമ എന്ന് പറഞ്ഞാൽ ഡ്രീം ആയിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രി കയറി AD ആയിട്ടായാലും മ്യൂസിക്കൽ ടെക്നിക്കൽ അങ്ങനെ കയറുന്ന കുറേ പേരുണ്ട്. സിനിമ ഡ്രീം ചെയ്ത് അങ്ങനെ ഒരാളായിരുന്നു താങ്കൾ? ഞാൻ 2019 ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി, അനുപമ പരമേശ്വരന്റെ ഫ്രണ്ടായിട്ട്. അതിനുശേഷം തെലുങ്കിലും തമിഴിലും 3 ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു 2021. ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ലൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ് എൻ ഹീറോയിനാണ് ഞാൻ പറഞ്ഞത്, സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് സോങ് ആണ്. നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയല്ല, പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി. അപ്പൊ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ഞാൻ ഇടുന്ന എഫേർട്ടെല്ലാം, എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ടെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാം കയറി ചെയ്യണം, എല്ലായിടത്തും ഓടി നടന്നെല്ലാം ചെയ്യാമെന്നില്ല. കുറച്ച് പീസ്ഫുള്ളായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കിട്ടിയത് എനിക്ക് ആ ഒരു സോങ് ആയിരുന്നു. അപ്പം അത് ചെയ്തു. കിട്ടുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയത് ഇപ്പോൾ അങ്ങനെ ഒരു സോങ് ആയിരുന്നു. അപ്പം അത് ചെയ്തു. പറ്റുകയാണെങ്കിൽ ചെയ്തു. ഇല്ല, ഒരിക്കലും ഇല്ല. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇന്റർവ്യൂ പോലെ. ഇല്ല, ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ മെസ്സേജസ് വരുമല്ലോ. എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛനായിരുന്നു അത് സംസാരിച്ചിരുന്നത്. ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാതിരിക്കുന്ന വിചാരിച്ചത്. കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല. അപ്പൊ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയാതിരിക്കുന്ന വിചാരിച്ചത്. പിന്നെ പ്രശാന്തിനായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെന്യുവൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ പോയി ചെയ്തു. നല്ല രീതിയിൽ നമ്മളവര് എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇതെനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു. പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ സാറും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു, റോബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു. ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി. കാരണം അത് ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നത്. അവസാന ചോദ്യം കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമേ തളിർവനങ്ങളിൽ. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമേ തളിർവനങ്ങളിൽ. പൂക്കുന്ന മുല്ല പോൽ മണമായി വഴിയിൽ കുളിർ തെന്നലായി പോരു കൂട്ടുകാരി നീ.
ബാക്കി സസ്പെൻസ് ആണ്. ആരതി മുൻനിര ഗായകരിൽ ആരുടെ ഫാനാണ്? ഏറ്റവും കൂടുതൽ ഏത് പാട്ട് കേൾക്കണം? ആരുടെ പാട്ട് കേൾക്കണം? വിനീത് ശ്രീനിവാസൻ സാറിന് ഇഷ്ടമാണ്. ആരതിക്കൂടി സ്മാർട്ട് ഫോണിലൂടെ പ്രണയിച്ചിട്ടുണ്ടോ? ചേട്ടാ മൂവി പ്രൊമോഷൻ വന്നത് തന്നെയാണോ? ഇല്ല, ഞാൻ പ്രണയിച്ചിട്ടില്ല. പ്രമേയം അങ്ങനെയാണോ? ഇല്ല. കല്യാണത്തിൻ്റെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡേറ്റിന്റെ അന്ന് നമ്മളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഡേറ്റ് എടുത്തു. റോബിൻ ചേട്ടൻ ദുബായിലാണ് ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വന്നായിരുന്നു.